അസ്സലാമു അലൈക്കും. ഞാൻ ജനിച്ചതും വളർന്നതും പഠിച്ചതുമെല്ലാം ഒരു സലഫി കുടുംബത്തിലാണ്. എന്നാൽ ഇതുവരെ കേട്ടിരുന്നത് സിഹ്ർ ഒരാൾക്ക് ചെയ്യുന്നത് ഒരു പാപമാണെന്നും എന്നാൽ ചെയ്താൽ മറ്റൊരാൾക്ക് ഫലിക്കുകയില്ല എന്നുള്ളതുമാണ്. എന്നാൽ 4-5 വർഷങ്ങൾക്ക് ഇപ്പുറം ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ സലഫി സ്ഥാനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യുന്നൊരു വിഷയം സിഹ്ർ ഫലിക്കുമെന്നും അതിലേറെ നമ്മുടെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ശക്തമായ പിശാചിൽ നിന്നും കാവൽ നൽകിയ നമ്മുടെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ബാധിച്ചിട്ടുണ്ടെന്നും അതിനാൽ അദ്ദേഹം 6 മാസത്തോളം അതിൻ്റെ ഹാലിൽ നടന്നിട്ടുണ്ടെന്നുമാണ്. ഈ വാദം നമുക്കറിയാം. ഇതിനടുത്ത് നമുക്ക് ഇതര സമുദായങ്ങളുമായുള്ള സംവാദത്തിൽ പോലും പല ആളുകൾക്കും ഉത്തരം കിട്ടാതെ ഒരു കീറാമുട്ടിയായി മാറിയിട്ടുണ്ട്. ഞാൻ ഇതുവരെ പറഞ്ഞത് ഈ ചോദ്യത്തിൻ്റെ പ്രസക്തിയാണ്. ഇനി ചോദ്യത്തിലേക്ക് കിടക്കാം. ഈ സിഹ്ർ ഒരാൾക്ക് നാം ചെയ്താൽ ഫലിക്കുമോ? ഫലിക്കും എന്നാണ് ഉത്തരമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഫലിച്ചിരുന്നോ? അദ്ദേഹം 6 മാസത്തോളം ഇതിൻ്റെ ഹാലിൽ നടന്നിരുന്നോ? വ്യക്തമായ ഒരു ഉത്തരം പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. സിഹർ ഫലിക്കോ, ഫലിച്ചാൽ തന്നെ റസൂലുള്ളാഹിക്ക് ഫലിക്കോ എന്നുള്ളതാണ് സുഹൃത്തിൻ്റെ ചോദ്യം. സുഹൃത്ത് ഒരുപാട് കാലമായിട്ട് സലഫിയാണ്, സലഫി കുടുംബത്തിലാണ് എന്നെല്ലാമാണ് പറഞ്ഞത്. സലഫി കുടുംബങ്ങളിലെല്ലാം വായിക്കപ്പെടുന്ന, പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ വേണ്ടി വായിക്കപ്പെടുന്ന, തലമുറകളായി വായിച്ചുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ തഫ്സീറെങ്കിലും സുഹൃത്ത് വായിച്ചിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നമുണ്ടാകുമായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആരൊക്കെയോ മറ്റുള്ളവരുമായുള്ള സംവാദത്തിൽ പോലും ആകെ ഈ ഒരു പ്രശ്നം കൊണ്ട് പ്രയാസപ്പെട്ടു എന്നാണ് എൻ്റെ സുഹൃത്തിൻ്റെ നിഗമനം. യഥാർത്ഥത്തിൽ മറ്റുള്ളവരുമായി കേരളത്തിൽ സലഫി ഭൂമികയിൽ സംവാദം നടത്തുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ അനുഭവത്തിൽ ഇതുവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചുവോ എന്ന വിഷയം ഞങ്ങളുടെ സംവാദങ്ങളിൽ ഒരു വിഷയമായി പോലും വന്നിട്ടില്ല. പിന്നെ എന്തിലും തങ്ങൾക്ക് ആവശ്യമായ വിഷയങ്ങൾ മെനഞ്ഞെടുത്ത് പ്രയാസപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാറ്റിലും വിഷയങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞേക്കും. ഇവിടെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അതിൻ്റെ അടിത്തറകളായ പ്രമാണങ്ങൾ അനുസരിച്ചാണ് കാര്യങ്ങൾ സംസാരിക്കുക. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാകാത്ത ഒരുപാട് വിഷയങ്ങളിലുള്ള വിശ്വാസവും ആ വിശ്വാസപ്രകാരമുള്ള ജീവിതവുമാണ് ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൻ്റെ അടിത്തറ. നമുക്ക് മലക്കുകളുടെ സാന്നിധ്യം അനുഭവപ്പെടുന്നില്ല. മലക്കുകൾ നമ്മുടെ അനുഭവത്തിലേ വരുന്നില്ല. പക്ഷേ മലക്കുകളിലുള്ള വിശ്വാസം ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ അടിത്തറയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലുള്ള വിശ്വാസവും അങ്ങനെ തന്നെ. അള്ളാഹുവിൻ്റെ അസ്തിത്വം ആ അസ്തിത്വ രൂപത്തിൽ നമ്മുടെ അനുഭവത്തിൽ വരുന്നതല്ല. അള്ളാഹ് അതേപോലെ തന്നെയാണ് ഓരോ ഐബിയായ വിഷയങ്ങളും. അദൃശ്യമായ നമ്മുടെ അനുഭവത്തിനപ്പുറത്തുള്ള വിശ്വാസങ്ങളിൽ മലക്കുകളിലുള്ള വിശ്വാസം ഉദാഹരണമെടുത്താൽ ആ വിശ്വാസം എങ്ങനെ മലക്കുകൾ നമ്മൾ വിശ്വസിക്കണം? അതിനൊരു മുസ്ലിമിൻ്റെ അടുത്തുള്ള ഉത്തരം പരിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ പഠിപ്പിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കണമെന്ന്. പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളും പ്രവാചകന്റെ ജീവിതവും പ്രവാചക കർമ്മങ്ങളും എന്താണോ ഈ കാര്യത്തിൽ പറഞ്ഞു തരുന്നത് അതാണ് നമ്മുടെ ഏത് കാര്യത്തിലും ഐബിയായ വിഷയങ്ങളിലുള്ള, അദൃശ്യ വിഷയങ്ങളിലുള്ള നമ്മുടെ നാം എന്ത് വിശ്വസിക്കണം, എന്ത് ശരിയെന്ന് തീരുമാനിക്കണം, എന്ത് ശരിയല്ല എന്ന് തീരുമാനിക്കണം എന്നുള്ള വിഷയത്തിലുള്ള നമ്മുടെ പ്രമാണമല്ല. ആ പ്രമാണങ്ങൾ അനുധാവനം ചെയ്യുമ്പോഴാണ് ഒരാൾ മുസ്ലിമാകുന്നത്. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാകുന്ന പ്രമാണങ്ങൾ
അത് നമുക്കിഷ്ടമുള്ളതെല്ലാം എടുക്കുകയും ഇഷ്ടമുള്ളതെല്ലാം ഒഴിവാക്കുകയും ചെയ്യുകയാണെങ്കിൽ അതിന് ഇസ്ലാം എന്നല്ല പറയുക. പരിശുദ്ധ ഖുർആനിൽ എനിക്കെല്ലാം ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരുപാട് വചനങ്ങൾ. എനിക്കെന്ന് പറയുമ്പോൾ എൻ്റെ കേവലമായ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വചനങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ കേവലമായ യുക്തി കൊണ്ട് മാത്രമായി അപഗ്രഥിക്കാൻ സാധ്യമല്ലാത്ത ഒരുപാട് വചനങ്ങളാണ്. ഈ വചനങ്ങളൊന്നും ഞാൻ സ്വീകരിക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമായി എനിക്ക് ജീവിക്കാൻ കഴിയില്ല. പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ഒരു മുസ്ലിമിന്റെ അടുത്ത പ്രമാണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. ഖുർആനും റസൂലുള്ളാഹിന്റെ സുന്നത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഖുർആനും സുന്നത്തും പടച്ചവന്റെ വഹിയാണ്. പടച്ചവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ബോധനങ്ങളാണ് പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും. പരിശുദ്ധ ഖുർആൻ പക്ഷേ അള്ളാഹുവിന്റെ വചനങ്ങളാണ്. അള്ളാഹിന്റെ വചനങ്ങൾ തന്നെയാണ് ഖുർആൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് രേഖപ്പെടുത്തപ്പെട്ട ഹദീസുകൾ അള്ളാഹുവിന്റെ വചനങ്ങളല്ല. അള്ളാഹിന്റെ വചനങ്ങളുള്ള ഹദീസുകളുണ്ട്, അതിന് ഹദീസ് ഖുദ്സി എന്നാ പറയാം. അള്ളാഹിന്റെ വചനങ്ങളല്ല മറ്റു ഹദീസുകൾ. പിന്നെയോ അള്ളാഹു കൊടുത്ത ബോധനപ്രകാരം ഒന്നുകിൽ റസൂലുള്ള സംസാരിച്ചത്, അല്ലെങ്കിൽ റസൂലുള്ള പ്രവർത്തിച്ചത്, അതല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചത്. ഇതാണ് സുന്നത്ത്. ഇത് റസൂലുള്ളാഹിയിൽ നിന്ന് ഉള്ളതാണോ എന്ന് എങ്ങനെ മനസ്സിലാകും? റസൂലുള്ളാഹിയിൽ നിന്ന് ഉള്ളതാണോ എന്ന് മനസ്സിലാക്കുവാൻ മുസ്ലിം ലോകം കൃത്യമായി അപഗ്രഥിച്ചുകൊണ്ട് തീരുമാനിച്ച ഒരു പദ്ധതി പ്രകാരമാണ് ഹദീസുകൾ എന്ന ഒരു ഇസ്ലാമിന്റെ പ്രമാണം നിലനിൽക്കുന്നത് തന്നെ. അതിന് ഉസൂലുൽ ഹദീസ് എന്ന് പറയും. ഹദീസുകളെ അപഗ്രഥിക്കുന്ന ശാസ്ത്രം എന്നർത്ഥം. ഉസൂലുൽ ഹദീസിന്റെ പണ്ഡിതന്മാർ ഹദീസുകളെ കൃത്യമായി അപഗ്രഥിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സ്വീകാര്യമായത് എന്തൊക്കെയാണ്, സ്വീകാര്യമല്ലാത്തത് ഏതൊക്കെയാണ് എന്ന് വ്യക്തമായി കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ഹദീസുകളിൽ സ്വീകരിക്കപ്പെടുവാൻ അർഹമാണ് എന്ന് വെറുതെ പറയുകയല്ല, മറിച്ച് അതിന് കൃത്യമായൊരു ശാസ്ത്രമുണ്ട്. ആ ശാസ്ത്രം എന്താണ്? റസൂലുള്ളാഹിയിൽ നിന്ന് ഒരു സഹാബി കേൾക്കുന്നു, ആ സഹാബിയിൽ നിന്ന് അടുത്തയാൾ കേൾക്കുന്നു, അടുത്ത തലമുറയിലുള്ളയാൾ, അടുത്ത തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലുള്ളയാൾ കേൾക്കുന്നു, അടുത്ത തലമുറയിൽ അത് രേഖപ്പെടുത്തപ്പെടുന്നു. റസൂലുള്ളാഹിയിൽ നിന്ന് എ കേൾക്കുന്നു, എയിൽ നിന്ന് ബി കേൾക്കുന്നു, ബിയിൽ നിന്ന് സി കേൾക്കുന്നു, സിയിൽ നിന്ന് ഡി കേൾക്കുന്നു, ഡിയിൽ നിന്ന് രേഖപ്പെടുത്തുന്നു എന്ന് വിചാരിക്കുക. എങ്കിൽ ഇവര് ചെയ്തത്, ഉസൂൽ ഹദീസിന്റെ പണ്ഡിതന്മാർ ചെയ്തത്, എയുടെയും ബിയുടെയും സിയുടെയും ജീവചരിത്രം കൃത്യമായി പഠിക്കുകയാണ്, മനസ്സിലാക്കുകയാണ്. അതിനുവേണ്ടി മാത്രം ഒരു സയൻസ് തന്നെ മുസ്ലിം ലോകത്തുണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ എൻ്റെ പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ ഇസാബയെ പോലെയുള്ള ഗ്രന്ഥങ്ങൾ ആ സയൻസിന്റെ പ്രോഡക്റ്റാണ്. ഉലൂമുർ റിജാൽ എന്ന് പറയുന്ന ഒരു സയൻസ്, അഥവാ പ്രവാചകനിൽ നിന്ന് ഈ നിവേദനം ചെയ്ത ആളുകളുടെ ചരിത്രം പരിശോധിക്കുകയാണ്. ആ ചരിത്രം പരിശോധിച്ചിട്ട് അവരിൽ ആരെങ്കിലും എന്തെങ്കിലും കളവ് പറയുവാൻ ഒരു സാധ്യതയുമില്ല എന്ന് പൂർണ്ണമായി ബോധ്യപ്പെടുമ്പോൾ മാത്രമാണ് ഒരു ഹദീസ് സ്വഹീഹായി തീരുന്നത്, സ്വഹീഹായി നിശ്ചയിക്കപ്പെടുന്നത്. ഒരു ഹദീസ് സ്വഹീഹായി നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനർത്ഥം അത് റസൂലുള്ളാഹിയിൽ നിന്ന് ഉണ്ടായത് തന്നെയാണ് എന്ന്. ഒരു ഹദീസ് സ്വഹീഹായി നിശ്ചയിക്കപ്പെട്ട ഒരു ഹദീസ് അത് നമ്മൾ തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പരിശുദ്ധ ഖുർആനിൽ ഒരായത്തെ എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞ് ഞാൻ തള്ളിക്കളഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പരിശുദ്ധ ഖുർആനിലുള്ള വേറെ ഒരൊറ്റ ആയത്തും എനിക്ക് സ്വീകരിക്കാൻ പറ്റൂല എന്നാണ്. എന്തുകൊണ്ടാണത്? പരിശുദ്ധ ഖുർആനിൽ ഒരായത്ത് എന്റെ ബുദ്ധിക്ക് പറ്റൂല എന്ന് പറഞ്ഞ് ഞാൻ തള്ളിക്കളഞ്ഞു എന്ന് വിചാരിക്കുക. അതിനർത്ഥം പരിശുദ്ധ ഖുർആനിൽ 6200 ചില്ലാനം ആയത്തുകളിൽ വേറെ ഒന്നും എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല. കാരണം ഈ ഒരായത്ത് ഉള്ളതുപോലെ തന്നെയാണ് ബാക്കി ആയത്തുകളും.
ഇത് എനിക്ക് ഈ ബുദ്ധിക്ക് എനിക്കത് പറ്റൂല എന്ന് പറഞ്ഞ് തള്ളിയാൽ അതിനർത്ഥം ഈ ആയത്ത് പടച്ചവൻ അവതരിപ്പിച്ചതല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെന്നാണ്. ഈ ആയത്ത് പടച്ചവൻ അവതരിപ്പിച്ചതല്ലെങ്കിൽ വേറെയുള്ള ആയത്തെല്ലാം പടച്ചവൻ അവതരിപ്പിച്ചതാണെന്നുള്ളതിന് എന്താ തെളിവ്? ഈ ആയത്തിന്റെ അതേ ക്രെഡിബിലിറ്റി തന്നെയാണ് മറ്റായത്തുകൾക്കുള്ളൂ. ഈ ആയത്തിന്റെ നിലനിൽപ്പിന് എത്രത്തോളം വിശ്വാസ്യതയുണ്ടോ അത്ര തന്നെ മറ്റായത്തുകളുടെയും നിലനിൽപ്പിന് വിശ്വാസ്യതയുള്ളൂ. ഇതേപോലെ തന്നെയാണ് സ്വഹീഹായ ഒരു ഹദീസ് തള്ളുക എന്ന് പറഞ്ഞാൽ. സ്വഹീഹായ ഒരു ഹദീസ് അത് സ്വഹീഹാണ് എന്ന് പൂർണ്ണ ബോധ്യപ്പെട്ടതിന് ശേഷം അത് തള്ളിക്കളഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്വഹീഹായ ഒരൊറ്റ ഹദീസും പിന്നെ സ്വീകരിക്കാൻ സാധ്യമല്ല എന്ന്. എന്തുകൊണ്ട്? സ്വഹീഹായ ഒരു ഹദീസ് നമ്മൾ തള്ളുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ സിഹത്ത് പരിശോധിച്ചുകൊണ്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ഹദീസ് അത് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹിയിൽ നിന്നുണ്ടായതല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ്. അത് റസൂലുള്ളാഹിയിൽ നിന്നുണ്ടായതല്ലെങ്കിൽ ഇതേ കാര്യത്തിൽ നിലകൊള്ളുന്ന ബാക്കി ഹദീസുകളോ ഇതേ തെളിവുകളേ ഉള്ളൂ മറ്റേ ഹദീസുകൾക്കും. മറ്റ് ഹദീസുകളും റസൂലുള്ളാഹിയിൽ നിന്നുണ്ടായതാണ് എന്ന് നമുക്ക് പറയാൻ ഇത്തെളിവ് തന്നെയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഹദീസുകളും തള്ളേണ്ടി വരൂ. ഒരൊറ്റ ഹദീസ് നമ്മൾ തള്ളിക്കളഞ്ഞാൽ സ്വഹീഹായ ഒറ്റ ഹദീസ് സ്വീകരിക്കാൻ കഴിയാത്ത അവസ്ഥാവിശേഷം ഉണ്ടാകും. ഈ സ്വഹീഹായ ഹദീസുകളിൽ തന്നെ വളരെ സ്ട്രിക്റ്റായി സിഹത്ത് പരിശോധിച്ചയാളാണ് ഇമാം ഇസ്മായിൽ ബുഖാരി, മുഹമ്മദ് ഇസ്മായിൽ ബുഖാരി. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഹദീസ് സ്വീകരണത്തിന് അദ്ദേഹം ഉപയോഗിച്ച മാനദണ്ഡങ്ങൾ മറ്റ് ഹദീസ് പണ്ഡിതന്മാർ സ്വയം മുസ്ലിമിനെ പോലെയുള്ള മറ്റ് പണ്ഡിതന്മാർ സ്വീകരിച്ച മാനദണ്ഡങ്ങളെക്കാളും കുറെ കൂടി സ്ട്രിക്റ്റ് ആണ്. കുറെ കൂടി വളരെ വളരെ ഇങ്ങോട്ട് ആ അരിപ്പയിലൂടെ അങ്ങോട്ട് ഹദീസ് വരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് മുസ്ലിം ലോകം മൊത്തത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് നാലാമത്തെ തലമുറ മുതൽ ഇന്ന് വരെ അഭിപ്രായ വ്യത്യാസമില്ലാതെ അംഗീകരിക്കുന്ന കാര്യമാണ്. നാലാമത്തെ തലമുറ മുതൽ ഇന്ന് വരെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ അഭിപ്രായ വ്യത്യാസമില്ലാതെ അംഗീകരിക്കുന്ന കാര്യമാണ് പരിശുദ്ധ ഖുർആൻ കിടിച്ചാൽ ഏറ്റവും അധികം സ്വീകാര്യമായ ഒരു ഗ്രന്ഥം സഹീഹുൽ ബുഖാരിയാണ്. എന്റെ സുഹൃത്ത് പറഞ്ഞ പ്രശ്നം സഹീഹുൽ ബുഖാരിയിലുള്ളതാണ്. എന്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ജൂതൻ മാരണം ചെയ്തു എന്നും അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചില സംശയങ്ങൾ ഉണ്ടായി എന്നും ആ സംശയങ്ങളെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹ്യു മുഖേന വിവരം ലഭിച്ചുവെന്നും അഥവാ രണ്ട് മലക്കുകളുടെ സംസാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു അത് മുഖേന അറിയിച്ചു കൊടുത്തെന്നും ആ അറിവനുസരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമായി ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ചു എന്നുമുള്ള കാര്യം സഹീഹുൽ ബുഖാരിയിലുള്ളതാണ്. ഈ ഹദീസ് തള്ളിക്കളഞ്ഞാൽ സ്വാഭാവികമായും ബുഖാരിയിലെ ബാക്കിയുള്ള ഹദീസുകൾ മുഴുവനും നമ്മൾ തള്ളേണ്ടി വരും. അപ്പോൾ എങ്ങനെ നമസ്കരിക്കണമെന്ന് നമ്മൾ അറിയണമെങ്കിൽ ഈ ഹദീസ് തള്ളുന്ന ആളുകൾക്ക് മറ്റു മാർഗങ്ങൾ നോക്കേണ്ടി വരും. എത്ര സക്കാത്ത് കൊടുക്കണമെന്ന് അറിയണമെങ്കിൽ മറ്റു മാർഗങ്ങൾ നോക്കേണ്ടി വരും. അതേപോലെ തന്നെ ഈ ഓരോന്നും. കാരണം ബുഖാരിയിൽ ഒറ്റ ഹദീസ് നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. ബുഖാരിയിൽ നോക്കൂല. ബുഖാരിയേക്കാൾ അത്ര കുറച്ച് ബുഖാരി ഉപയോഗിച്ച മാനദണ്ഡങ്ങളെക്കാളും താഴെ വരുന്ന മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചിട്ടാണ് സിഹത്ത് പരിശോധിച്ചിട്ടുള്ളത് മുസ്ലിമിനെ പോലെയുള്ള നസായിയെ പോലെയുള്ള മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങൾ. ഈ ഹദീസ് ഗ്രന്ഥങ്ങളിലൊന്നും സ്വഹീഹാണ് എന്ന് പറഞ്ഞ ഒറ്റ ഹദീസ് നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല. ഇനി നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ ഹദീസ് സ്വീകരിക്കുക വഴി ലോകത്ത് എൻ്റെ സുഹൃത്ത് പറഞ്ഞതനുസരിച്ച് ഏതോ മുസ്ലിം ഇസ്ലാമിന്റെ ശത്രുക്കളുമായി ആകെ തോറ്റുപോയി. റസൂലുള്ളാഹിയിൽ നിന്ന് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് ഒരു സഹാബിയാണ്. ആ സഹാബിയിൽ നിന്നൊരു താബിയാണ്. ആ താബിയിൽ നിന്നൊരു താബിയാണ്. ആ താബിയിൽ നിന്ന് അടുത്ത തലമുറയിൽ ഒരാളാണ്. അടുത്ത തലമുറയിൽ ഒരാളിൽ നിന്ന് സഹീഹുൽ ബുഖാരിയാണ്. ബുഖാരിയിൽ നിന്ന് പിന്നെ അത് ഹദീസ് ഉദ്ധരിച്ചു വന്നത് ഈ ലോകത്ത് ഇന്ന് വരെയുള്ള ഏകദേശം 13 നൂറ്റാണ്ടുകളായിട്ടുള്ള ആളുകളാണ്, പണ്ഡിതന്മാരാണ്, മുസ്ലിം ചിന്തകന്മാരാണ്, മുസ്ലിം ബുദ്ധിജീവികൾ.
അവർക്കെല്ലാവർക്കും ഇസ്ലാം തകർന്നു പോകും എന്ന് ഇതുകൊണ്ട് ഈ ഒരു ഹദീത്തുള്ളത് കൊണ്ട് തോന്നിയിട്ടില്ല. ബുഖാരി ഇമാമിന്റെ ഇസ്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് രേഖപ്പെടുത്തിയതുകൊണ്ട് അദ്ദേഹത്തിന് ഇസ്ലാം പൊളിഞ്ഞുപോയി എന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. മുസ്ലിമിന്റെ ഇമാം മുസ്ലിമിന്റെയോ ഇമാം നസായിയുടെയോ ഇമാം തുർമുദിയുടെയോ ഇമാം ഇബ്നു മാജയുടെയോ ഒന്നും തന്നെ ഇസ്ലാം ദീൻ അതോടുകൂടി പൊളിഞ്ഞുപോയി എന്ന് ലോകത്തൊരാൾക്കും തോന്നിയിട്ടില്ല. അവരൊന്നും സംരക്ഷിക്കാത്ത ഒരു ഇസ്ലാം സംരക്ഷിക്കാൻ വേണ്ടി പടച്ചോൻ ഈ കാലഘട്ടത്തിൽ എന്നെപ്പോലെയുള്ള ഒരാളെ തെരഞ്ഞെടുത്തു എന്നുള്ളൊരു അഹങ്കാരം നമുക്കാർക്കും തോന്നേണ്ടതുമില്ല. അങ്ങനെ തോന്നുമ്പോഴാണ് ഏതെങ്കിലും മറ്റ് വിശ്വാസികളുമായി ജയിക്കുവാൻ അവരെല്ലാം സ്വീകരിച്ചൊരു ഹദീത്ത് തള്ളേണ്ട ഗതികേടിൽ നമ്മൾ എത്തുക. യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ആവശ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചു എന്ന് വന്നു കഴിഞ്ഞാൽ പ്രവാചകന്റെ മഹത്വമോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ അജയ്യതയോ ഒരു തലത്തിലും തകരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഇസ്ലാമിന്റെ അജയ്യതയെക്കുറിച്ച് അറിയാത്ത, ഇസ്ലാമിന്റെ അജയ്യത എന്ന് പറഞ്ഞാൽ നമ്മുടെ യുക്തിയിൽ ഇസ്ലാം സ്ഥാപിക്കുന്ന കേവലമായ ചില തൂണുകളിൽ മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് തോന്നുന്നതാണ് ആരെങ്കിലും എന്തെങ്കിലും വിമർശിക്കുമ്പോഴേക്ക് ഇസ്ലാം തകരുന്നുള്ളത്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ ഹദീത്ത് ബുഖാരിയിലും മറ്റ് ഹദീത്ത് ഗ്രന്ഥങ്ങളിലുമെല്ലാം തലമുറകളായിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ എഴുതപ്പെട്ട അനവധി വിമർശന ഗ്രന്ഥങ്ങളുണ്ട്. ഈ ഗ്രന്ഥങ്ങളിൽ നിരവധി റസൂലുള്ളാഹിന്റെ കാലം മുതൽക്ക് ഇന്ന് വരെ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ. ഈ ഗ്രന്ഥങ്ങളിൽ ഒന്നും പ്രധാനപ്പെട്ട പ്രവാചക വിമർശനങ്ങളിൽ ഒന്നായി ഹദീത്ത് എടുത്തു കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടെന്നാൽ ആ ഹദീത്ത് കൊണ്ട് ഒന്നും സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പലപ്പോഴും റസൂലുള്ളാഹിയിൽ നിന്നൊരു കാര്യം ഉണ്ടായാൽ അത് നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളുന്നില്ല എന്ന് വന്നാൽ അത് തള്ളിക്കളയണമെന്നൊരു ടെൻഡൻസി പൊതുവെ നമ്മളിൽ ഉണ്ടാക്കാൻ വേണ്ടി ഇസ്ലാമിന്റെ ശത്രുക്കൾ ശ്രമിച്ചിട്ടുണ്ട്. അതിനൊരു കാരണമുണ്ട്. ഹദീത്തുകളെ തകർത്ത് കളഞ്ഞാൽ മാത്രമേ യഥാർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹത്തെ റസൂലുള്ളാഹിയിൽ നിന്ന് അകറ്റാൻ കഴിയൂ എന്ന് കൃത്യമായി അറിയുന്നവരാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ. ആ ശത്രുക്കൾ ഉണ്ടാക്കിയ ഒരു തന്ത്രമാണ് സത്യത്തിൽ ഹദീസുകളുടെ നിഷേധം പല തലങ്ങളിൽ. അത് പ്രവാചകന്റെ കാലം കഴിഞ്ഞ ഉടനെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് തന്നെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ സിഹർ ഫലിക്കുമോ എന്ന് ചോദിച്ചാൽ പിന്നെ ഞാൻ ചെയ്താൽ എന്നല്ലാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞത്, ആവേശത്ത് പറഞ്ഞതായിരിക്കും. ഒരിക്കലും മുസ്ലിമിനെ സിഹർ ചെയ്യാൻ പാടില്ല. ഒരു മുസ്ലിം സിഹർ ചെയ്യാൻ പാടില്ല. വൻ പാപങ്ങളിൽ ഒന്നാണ് സിഹർ. അങ്ങനെ ചെയ്യുന്നത് വൻ പാപമാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വല്ലതും സംഭവിക്കുമോ? വല്ലതും സംഭവിക്കൂല എന്ന് പറയാൻ സുഹൃത്തിന്റെ അടുത്ത് എന്താ തെളിവുള്ളത്? സംഭവിക്കൂല എന്ന് നമ്മൾ യുക്തി ഉപയോഗിച്ചിട്ടാണല്ലോ പറയുന്നത്. യുക്തി ഉപയോഗിച്ച് പറയാൻ എന്ത് തെളിവാണുള്ളത്? എന്തുകൊണ്ടെന്നാൽ ഞാൻ അങ്ങനെ ചോദിക്കുന്നത്, പുതിയ സയൻസുകൾ ഉണ്ടായി വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പുതിയ സയൻസുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ മെസ്മറുടെ കാലഘട്ടത്തിന് മുമ്പ് അല്ലെങ്കിൽ മെസ്മറുടെ കാലവും കഴിഞ്ഞ് യഥാർത്ഥത്തിൽ പിൽക്കാലഘട്ടത്തിൽ ചില മനഃശാസ്ത്രജ്ഞന്മാർ ഉപയോഗിക്കുവാൻ ആരംഭിച്ചതിന് ശേഷമാണ് ഹിപ്നോട്ടിസവും ഹിപ്നോസിസും ഒരു ശാസ്ത്രത്തിന്റെ പരിധിയിലേക്ക് വരുന്നു എന്ന് തോന്നലുണ്ടാക്കിയ ഒരു കാര്യമായി മാറിയത്. ഇപ്പോഴും ഇന്ന് ഞാൻ ഈ സംസാരിക്കുന്ന സമയം വരെ ഹിപ്നോട്ടിസവും ഹിപ്നോസിസുമെല്ലാം ചികിത്സക്ക് വേണ്ടി ഉപയോഗിക്കുകയും രോഗങ്ങൾ മാറ്റാൻ വേണ്ടി എന്ന രൂപത്തിൽ ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എങ്കിലും അതിൻ്റെ പിന്നിലുള്ള മെക്കാനിക്സ് എന്താണ് എന്ന്, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്ന് ഇന്നുവരെയും വിശദീകരിക്കുവാൻ മനഃശാസ്ത്രജ്ഞന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. എങ്ങനെയാണ് ഹിപ്നോസിസ് വർക്ക് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ പിന്നിലുള്ള യഥാർത്ഥത്തിലുള്ള മെക്കാനിക്സ് എന്ന് 100% വിശദീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് വിശദീകരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു കാര്യം ഇല്ലാതാകുന്നില്ല എന്നതിനുള്ള ഏറ്റവും വലിയ നമ്മുടെ കാലഘട്ടത്തിൽ തന്നെയുള്ളൊരു തെളിവാണിത്. ഇതേപോലെ നമുക്കറിയാത്ത പലതും ഉണ്ടാകാൻ ദുനിയാവിൽ. അത് ഉണ്ട് ഇല്ല എന്നുള്ള കാര്യത്തിൽ ഒരു മുസ്ലിമിന്റെ മുന്നിൽ ഉള്ള
തെളിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ല എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സിഹ്ർ ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിച്ചതോടുകൂടി മുസ്ലിമിന്റെ 1-ാമത്തെ അധ്യായം കഴിഞ്ഞു. ഒരിക്കലും മുസ്ലിം സിഹ്ർ ചെയ്യാൻ പാടില്ല. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിച്ചതായി പ്രവാചകൻ പറയുകയും ആ പറഞ്ഞത് കേട്ട സഹാബിമാർ അത് പഠിക്കുകയും സഹാബിമാർ താബികൾക്ക് പറഞ്ഞു കൊടുക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പാകുമ്പോൾ അതോടുകൂടി പ്രവാചകൻ അടക്കം ഇത് സംഭവിക്കാം, ഇങ്ങനെ ഫലിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാകും. അങ്ങനെ ഫലിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു ഫലിച്ചു എന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം? അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗങ്ങൾ പറഞ്ഞു തന്നു. ഏത് സന്ദർഭത്തിലും മുസ്ലിം ചെയ്യേണ്ട പ്രാർത്ഥനകളും ഇങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ മുസ്ലിം പ്രത്യേകമായി പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങളുമെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും ചെയ്തു. അവിടെ നിൽക്കലാണ് പ്രവാചകനിൽ നിന്ന് മതം പഠിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ടത്, ചെയ്യാവുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഹദീസുകൾ നിഷേധിക്കുവാൻ എളുപ്പമാണ്. പക്ഷേ നിഷേധിച്ചു കഴിഞ്ഞാൽ അതുവഴി ഇസ്ലാമിനെ തന്നെ നിഷേധിക്കലാകും എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം എന്ന് മാത്രമാണ് എനിക്ക് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഇനി ബുഖാരിയിലെ ഹദീസിനെ സംബന്ധിച്ചും അതിന്റെ വിശദീകരണത്തെ സംബന്ധിച്ചും ഇൻഷാ അല്ലാഹ് ഹനീഫ് കായക്കൊടി വിശദീകരിക്കുന്നതാണ്. നേരത്തെ ശംസുദ്ദീൻ പാലത്ത് സൂചിപ്പിച്ചതുപോലെ ദിവസങ്ങൾ കഴിയും തോറും ചില ആളുകളുടെ ബുദ്ധി കുറഞ്ഞു വരികയാണ്. 2000-ൽ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസുകൾ സ്വീകരിക്കുവാൻ അവരുടെ ബുദ്ധി വിശാലമായിരുന്നു. ലോകത്ത് കഴിഞ്ഞുപോയ മുസ്ലിങ്ങളെപ്പോലെ ഇന്നും ജീവിക്കുന്ന മുസ്ലിങ്ങളെപ്പോലെ. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസുകളെപ്പറ്റി അത് സ്വീകാര്യമാണ് എന്നതിനെപ്പറ്റി അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമോ അഭിപ്രായ വ്യത്യാസമോ ഇല്ല. അത് മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ചെയ്ത ബുദ്ധിമാന്മാരാണ് ലോകത്ത് കഴിഞ്ഞുപോയ സലഫി പണ്ഡിതന്മാരും അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാരും. എന്നാൽ 10 വർഷം മുമ്പ് ആ ബൗദ്ധിക നിലവാരത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ ഈ സംഘടനയിൽ നിന്ന് വേറിട്ട് പോയപ്പോൾ ചില ഹദീസുകളൊന്നും സ്വീകരിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് ബുദ്ധിപരമായ അവരുടെ നിലവാരം താണുപോയി. അതാണ് ഇപ്പോൾ നാട്ടിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ വിവാദവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന വസ്തുത. ഈ വിഷയത്തിൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് അത് സ്വീകാര്യമല്ല എന്നത് പറയുന്നതിന് അത് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഇവർ പറയുന്ന ഒരു ന്യായം നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ഒന്ന്, അത് ഖുർആനിനെതിരാണ്. സൂറത്തു ഇസ്രായിലെ 47-48 വചനങ്ങൾക്കെതിരാണത്. സൂറത്തു ഫുർഖാനിലെ 8-9 ആയത്തുകൾക്കെതിരാണത് ആ ഹദീസ്. അതുകൊണ്ട് തന്നെ ആ ഹദീസ് ഖുർആനിനെതിരായതുകൊണ്ട് സ്വീകാര്യമല്ല. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഈ ഹദീസ് വിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകൾക്ക് എതിരാണ്, അതുകൊണ്ട് സ്വീകാര്യമല്ല എന്നാണ് ഈ ആളുകൾ പറയുന്നത്. നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടു. അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് സ്വഹാബത്ത് അത് കേട്ടു. അത് കേട്ട സ്വഹാബികൾ തന്നെയാണ് ഈ സിഹറുമായി ബന്ധപ്പെട്ട ഹദീസ് ഉദ്ധരിക്കുന്നത്. ഈ ഖുർആൻ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത പണ്ഡിതന്മാർ ഈ ഹദീസുകൾ കൈമാറി വരികയാണ്. വിശുദ്ധ ഖുർആനിന് വ്യാഖ്യാനം എഴുതിയ പണ്ഡിതന്മാരുണ്ട്. അതേപോലെ തന്നെ സിഹറിന്റെ ഈ ഹദീസിന് വ്യാഖ്യാനം എഴുതിയ, വിശദീകരണം എഴുതിയ പണ്ഡിതന്മാരുണ്ട്. ഈ 2 വിഭാഗം പണ്ഡിതന്മാരിൽ ആരെങ്കിലും അഹ്ലുസുന്ന വൽ ജമാഅ അംഗീകരിക്കുന്ന പ്രാമാണിക തഫ്സീറുകൾ എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു തഫ്സീറുകളുടെ കൂട്ടത്തിൽ തഫ്സീർ മുഫസ്സിറുകളുടെ നേതാവ് എന്ന് പരിചയപ്പെടുത്തപ്പെടുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹത്തിൽ നിന്ന് തുടങ്ങി ഒരുപാട് മുഫസ്സിറുകളുടെ പേരുകൾ നമുക്കറിയാം. ഇമാം തുബരിയെ പോലെ,
ഇമാം ഖുർത്തുബിയെ പോലെ, മറാഗയെ പോലെ, ഇബ്നു കസീറിനെ പോലെ എന്നിങ്ങനെ ഒരുപാട് മുഫസ്സിറുകൾ ആ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഏതെങ്കിലും ഒരു ഖുർആൻ വ്യാഖ്യാതാവ് ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ സൂറത്തുൽ ഇസ്രായിലെ ഈ ആയത്ത് വിശദീകരിക്കുന്ന സമയത്ത് നഹ്നു അഅലമു ബിമാ യസ്തമിഊന ബിഹി ഇദ് യസ്തമിഊന ഇലൈക വൈദുഹും നജ്വാ ഇദ് യഖൂലുൽ ളാലിമൂന ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്ഹൂറാ എന്ന ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ഇതാ ഇമാം ബുഖാരി ഉദ്ധരിച്ചിരിക്കുന്ന ഈ ഹദീസ്, ഇനി ബുഖാരി ഉദ്ധരിക്കുന്നതിന് മുമ്പ് ജീവിച്ചവരാണെങ്കിൽ ഇങ്ങനെ ഒരു ഹദീസ് കേൾക്കുന്നുണ്ട്, ഈ ഹദീസ് ഈ ആയത്തിന് എതിരാണ് എന്ന് ഈ ആയത്ത് വിശദീകരിച്ച ഏതെങ്കിലും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയോ? ഒരു പരിഭാഷയെങ്കിലും ഒരു തഫ്സീറെങ്കിലും ഈ വിഷയത്തിൽ ഉദ്ധരിക്കാൻ ഇത് പ്രസംഗിച്ച് നടക്കുന്ന, ഞങ്ങൾക്കത് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾക്ക് ഉദ്ധരിക്കാൻ കഴിയുമോ? കഴിയില്ല. ഒരിടത്തും അത് വിശദീകരിച്ചിട്ടില്ല. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടു, ഇമാം ബുഖാരി ആ ഹദീസ് ഉദ്ധരിച്ചു. ആ ഹദീസിന് ഇമാം ബുഖാരിയുടെ ഹദീസ് ഗ്രന്ഥത്തിന് സഹീഹിന് പണ്ഡിതന്മാർ വ്യാഖ്യാനങ്ങൾ എഴുതി. ഇബ്നു ഹജർ വ്യാഖ്യാനം എഴുതി, ദാറുഖുത്നി വ്യാഖ്യാനം എഴുതി, ഇബ്നു റജബ് വ്യാഖ്യാനം എഴുതി, ഇതേപോലെയുള്ള പണ്ഡിതന്മാർ വ്യാഖ്യാനങ്ങൾ എഴുതി. ഏതെങ്കിലും പണ്ഡിതന്മാർ, അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാർ ഈ കാര്യം, ഈ ഹദീസ് അത് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, പക്ഷേ അത് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുകൾക്കെതിരാണ് എന്ന് രേഖപ്പെടുത്തിയോ? രേഖപ്പെടുത്തിയില്ല. രണ്ട്, മൂന്നാമത്തേത്, ഒരു മുസ്ലിമിന്റെ അഖീദ വിശദീകരിച്ചുകൊണ്ട് ഒരുപാട് ഗ്രന്ഥങ്ങൾ ലോകത്ത് രചിക്കപ്പെട്ടു. അഖീദയുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ, അഹ്ലുസുന്ന വൽ ജമാഅയുടെ അഖീദയായി അറിയപ്പെടുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ആ അഖീദ ഗ്രന്ഥങ്ങളിൽ എവിടെയെങ്കിലും ഇതാ വിശുദ്ധ ഖുർആനിനെതിരാണ് ഈ ഹദീസ്, അതുകൊണ്ട് ഇത് തള്ളിക്കളയേണ്ടതുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇല്ല. ഇവിടെ നാം നമ്മോട് ചോദിക്കേണ്ട ചോദ്യം, ലോകത്ത് കഴിഞ്ഞു പോയ ഈ പ്രാമാണികരായ പണ്ഡിതന്മാർ, വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിച്ചവർ, അതേപോലെ ഹദീസുകൾ വ്യാഖ്യാനിച്ചവർ, അതേപോലെ മുസ്ലിമിന്റെ അഖീദ വിശദീകരിച്ചവർ, ആ പണ്ഡിതന്മാർക്കൊക്കെ അബദ്ധം സംഭവിച്ചു, ആ പണ്ഡിതന്മാർക്കൊക്കെ തെറ്റുപറ്റി. ആ പണ്ഡിതന്മാർ മനസ്സിലാക്കാത്ത ഖുർആൻ ഇവിടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ഒരാൾ മനസ്സിലാക്കി, ഏതെങ്കിലും സംഘടനയോട് വിരോധം വെച്ച് പുലർത്തുന്ന ഒരാൾ മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ അതാണോ നാം സ്വീകരിക്കേണ്ടത്? അതല്ല പൂർവിക പണ്ഡിതന്മാർ കൃത്യമായി വിശദീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തതാണോ നാം സ്വീകരിക്കേണ്ടത് എന്നാണ്. രണ്ടാമതായി, ഈ ഹദീസ് സ്വീകാര്യമല്ല, ആകാശ ചുവട്ടിൽ ഏറ്റവും സ്വീകാര്യമായ ഹദീസ് ഗ്രന്ഥമെന്ന് സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ പണ്ഡിതന്മാരും പ്രഖ്യാപിച്ച ഹദീസ് അത് സ്വീകാര്യമല്ല എന്ന് പറയാൻ രണ്ടാമതായി ഇവർ നിരത്തുന്ന ന്യായം നിങ്ങളൊന്ന് കേൾക്കുക. മൂന്നാമത്തെ പോരായ്മ മുദല്ലസാണ് ഹദീസ്. ആ ഹദീസ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഹിശാം ഇബ്നു ഉർവയിൽ നിന്ന് മാത്രമാണ്. അയാൾ മാത്രമാണ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഹിശാം, ഈ ഹിശാമിനെ കുറിച്ച് പറഞ്ഞത് സ്വന്തം പിതാവിൽ നിന്ന് കേൾക്കാത്ത കാര്യങ്ങൾ താൻ പിതാവിൽ നിന്ന് കേട്ടിട്ടുണ്ട് എന്ന് പറയുന്ന വ്യക്തിയാണ് ഹിശാം. അതിനാണ് മുദല്ലസായ ഹദീസ് സ്വീകരിക്കേണ്ടതില്ല. ഈ ഹദീസ് മുദല്ലസാണ്, അതുകൊണ്ട് സ്വീകരിക്കേണ്ടതില്ല. ഹിശാമൻ അബീഹി എന്ന് പറയുന്ന ഹദീസ് അത് സ്വീകരിക്കാൻ പാടില്ല, കാരണം ഇദ്ദേഹം മുദല്ലിസാണ് എന്നാണ് ഈ മൗലവിമാരിപ്പോ കണ്ടെത്തിയിരിക്കുന്നത്. ആരാ സഹോദരന്മാരെ ഇവർക്ക് ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ ഈ നിയമങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തത്? സലാം സുല്ലമി ഉണ്ടാക്കിയതല്ലല്ലോ, അതല്ലെങ്കിൽ ഈ പ്രസംഗിച്ച് നടക്കുന്ന ആരെങ്കിലും ഉണ്ടാക്കിയതല്ലല്ലോ, മറിച്ച് ലോകത്ത് കഴിഞ്ഞു പോയ പണ്ഡിതന്മാരാണ്. ഇബ്നു സലാഹിനെ പോലെ, ഇബ്നു ഹജറിനെ പോലെയുള്ള പണ്ഡിതന്മാരാണ് എന്താണ് തദ്ലീസ് എന്ന്, ആരാണ് മുദല്ലിസ് എന്ന്, എപ്പോഴാണ് ഒരു ഹദീസ് മുദല്ലസാവുന്നത് എന്ന് വിശദീകരിച്ചത്. എന്നാൽ ആ വിശദീകരിച്ച പണ്ഡിതന്മാർ ആരെങ്കിലും പറഞ്ഞോ ബുഖാരിയിലെ ഈ ഹദീസ് തള്ളിക്കളയണം? അങ്ങനെയാണെങ്കിൽ അവരല്ലേ അത് പറയേണ്ടിയിരുന്നത്. ആ പറഞ്ഞ പണ്ഡിതന്മാർ എന്താണ് തദ്ലീസ്, മുദല്ലിസ്, മുദല്ലസി എന്നൊക്കെ വിശദീകരിച്ച പണ്ഡിതന്മാരാണ് പറഞ്ഞത് ബുഖാരിയിലെ ഹദീസുകൾ ദുർബലമല്ല. ഇനി ഈ പറഞ്ഞ ഹിശാം ദുർബലനായ ആളാണോ? ഹിശാം ദുർബലനായ ആളാണോ? ഇപ്പറഞ്ഞ ന്യായം വെച്ച് ബുഖാരിയിലെ ഹദീസ് തള്ളാന്ന് വിചാരിക്കുക നമ്മൾ. എന്ത്? ഹിശാമിൻ അൻ അബീഹി എന്ന് പറയുന്ന ഹദീസ് ദുർബലമാണ് എന്ന് പറഞ്ഞ് തള്ളാൻ തുടങ്ങിയാൽ പ്രിയപ്പെട്ട മുസ്ലിം സമൂഹമേ, ഈ മടവൂരി മൗലവിമാർ പറയുന്നത് കേട്ട്
കേട്ട് അത് ശരിയാണ് എന്ന് വിചാരിച്ചു നിൽക്കുന്ന നിഷ്കളങ്കരായ സഹോദരന്മാരെ മനസ്സിലാക്കണം, ഈ ഒരു ഹദീസിൽ നിൽക്കില്ല ബുഖാരിയെ തള്ളൽ. കാരണം ഹിശാമിൻ അൻ അബീഹി എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത് 141 ഹദീസുകളാണ്. അൻ ഹിശാമിൻ അൻ അബീഹി എന്ന് പറയുന്ന ഹദീസ് അത് മുദല്ലസാണ്, സ്വീകരിക്കാൻ പാടില്ലെന്നല്ലേ ഇവർ പറഞ്ഞത്. എങ്കിൽ ഈ ഒരു ഹദീസ് തള്ളിയാൽ മതിയാവില്ല, ബുഖാരിയിൽ നിന്ന് 141 ഹദീസ് തള്ളണം. ബുഖാരിയുടെ പരിഭാഷയോ ബുഖാരിയുടെ കിതാബോ വീട്ടിലുള്ളവർ പോയി മറിച്ചു നോക്കുക. 20-ാം നമ്പർ ഹദീസ്, 130-ാം നമ്പർ ഹദീസ്, 212-ാം നമ്പർ ഹദീസ്, 262-ാം നമ്പർ ഹദീസ്, 317-ാം നമ്പർ ഹദീസ് എന്നിങ്ങനെ തുടങ്ങി 141 ഹദീസുകൾ തള്ളേണ്ടി വരും. മുസ്ലിമിൽ നിന്ന് 90 ഹദീസുകൾ തള്ളേണ്ടി വരും. എങ്ങനെ? അൻ ഹിശാമിൻ അൻ അബീഹി എന്ന് പറഞ്ഞുകൊണ്ട്. ആരാണ് ഈ ഹിശാം? ഹിശാം ഇബ്നു ഉർവത്ത് ഇബ്നു സുബൈർ. ബുഖാരിയിൽ അൻ ഹിശാം ഇബ്നു ഉർവ അൻ അബീഹി എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ ഹദീസിന്റെ പരമ്പരയുണ്ട്. അൻ ഹിശാം ഇബ്നു ഉർവ അൻ അബീഹി എന്ന് പറയുന്ന പരമ്പരകൾ 120 എണ്ണമാണ് ബുഖാരിയിലുള്ളത്, 67 എണ്ണം മുസ്ലിമിലുമുണ്ട്. അതും തള്ളണ്ടേ? ഹിശാം ഇബ്നു ഉർവ തന്റെ പിതാവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് തള്ളുകയാണെങ്കിൽ ബുഖാരിയിൽ നിന്ന് 141 കൂട്ടണം 120 തള്ളണം. മുസ്ലിമിൽ നിന്ന് 90 കൂട്ടണം 67 തള്ളണം. ഈ ഹദീസൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാ തള്ളേണ്ടത്? സലാം സുല്ലമിക്കും ഹുസൈൻ അടവൂരിനും CP ഉമർ സുല്ലമിക്കും മനസ്സിലാകുന്നില്ല എന്നതിന്റെ പേരിൽ അത് തള്ളാൻ മുസ്ലിം സമൂഹം നിന്നുകൊടുക്കണോ? അതിന് മാത്രം വിവരം CPക്കും അടവൂരിനൊക്കെ ഉണ്ട് നമുക്ക് തോന്നണ്ടേ? ഇബ്നു ഹജർ സ്വീകരിച്ച ഹദീസ്, ഇബ്നു റജബ് സ്വീകരിച്ച ഹദീസ്, ഇബ്നു അബ്ദുൽ ബർ സ്വീകരിച്ച ഹദീസ്, ഇമാം ശാഫിഈ സ്വീകരിച്ച ഹദീസ്, ഇമാം ഇബ്നുൽ ഖയ്യിം സ്വീകരിച്ച ഹദീസ്, ഇമാം ഇബ്നു തൈമിയ്യ സ്വീകരിച്ച ഹദീസ്, ആധുനിക പണ്ഡിതന്മാരായ ശൈഖ് ഇബ്നു ബാസും ശൈഖ് ഉസൈമീനും അതേപോലെ ശൈഖ് അൽബാനിയും ഒക്കെ സ്വീകരിച്ച ഹദീസ്, അതൊക്കെ നമ്മൾ തള്ളേണ്ടത് ആർക്ക് വേണ്ടി? ഹുസൈൻ അടവൂരിന്റെ ബുദ്ധിക്കത് യോജിക്കുന്നില്ല, CP ഉമർ സുല്ലമിയുടെ ബുദ്ധിക്കത് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഓല ബുദ്ധിക്ക് എന്തോ കുഴപ്പമുണ്ട് എന്ന് മനസ്സിലാക്കലല്ലേ ഞമ്മക്ക് ബുദ്ധി ഉണ്ട് എന്നുള്ളതിനുള്ള അടയാളം? അതല്ല, ഈ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞാലും ശരി, മടവൂരിനും CPക്കും അത് ബോധ്യപ്പെടുന്നില്ലെങ്കിൽ നമ്മക്കത് ബോധ്യപ്പെടൂല എന്ന് പറഞ്ഞാൽ ഓല ബുദ്ധി പോലെ നമ്മളെ ബുദ്ധിക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നല്ലാതെ മുസ്ലിം സമുദായം എന്താ ഇതിൽ മനസ്സിലാക്കേണ്ടത്? ഇനിയും കിതാബ് അറിയുന്ന പണ്ഡിതന്മാർ മടവൂരികളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ചോദിച്ചോ നിങ്ങൾ. അസഹുൽ അസാനീദ്, ഓരോ പരമ്പരയെ പറ്റി ഓരോരുത്തരിൽ നിന്നും സഹാബികളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട പരമ്പരകൾ, ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഏറ്റവും സ്വീകാര്യമായ പരമ്പര, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഏറ്റവും സ്വീകാര്യമായ പരമ്പര, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഏറ്റവും സ്വീകാര്യമായ പരമ്പര, അതേപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിന്നുള്ള ഏറ്റവും സ്വീകാര്യമായ പരമ്പര എന്നിങ്ങനെ ഹദീസ് പണ്ഡിതന്മാർ ഓരോ പണ്ഡിതന്മാരിൽ നിന്നും ഓരോ സഹാബികളിൽ നിന്നും വരുന്ന ഏറ്റവും സ്വീകാര്യമായ പരമ്പരകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന അസഹുൽ അസാനിദ് ഏറ്റവും സ്വീകാര്യമായ പരമ്പര അൻ ഹിശാമിൻ അൻ അബീഹി അൻ ആയിഷ എന്ന പരമ്പരയാണ്. അതാ പണ്ഡിതന്മാരുടെ നിലപാട് ആ വിഷയത്തിൽ. പക്ഷെ പണ്ഡിതന്മാരുടെ നിലപാട് സ്വീകരിച്ചാൽ AP അബ്ദുൽ ഖാദർ മൗലവിയെയോ TP അബ്ദുള്ള കോയ മദനിയെയോ അതല്ലെങ്കിൽ ഇപ്പുറത്ത് നിൽക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരെയോ പണ്ഡിതന്മാരെയോ ചീത്ത പറയാൻ കഴിയില്ല. അത് ചീത്ത പറയണമെങ്കിൽ എന്ത് വേണം? ബുഖാരിയെ തള്ളിയാലും കുഴപ്പമില്ല, മുസ്ലിമിനെ തള്ളിയാലും കുഴപ്പമില്ല, ഹിശാമിനെ ചീത്ത പറഞ്ഞാലും കുഴപ്പമില്ല. അങ്ങനെയാണല്ലോ, മകൻ മരിച്ചിട്ടും മരുമകളുടെ കണ്ണീര് കാണണം എന്ന് വിചാരിക്കുന്ന അമ്മായി അമ്മയെ പോലെ എന്തായാലും കുഴപ്പമില്ല, മുജാഹിദീങ്ങളെ രണ്ട് ചീത്ത പറയണം, അതിനാരെ മോശാക്കിയാലും കുഴപ്പമില്ല എന്ന നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത്. ഇനിയോ ഈ വിഷയത്തിൽ മൂന്നാമത് ഇവർ പറയുന്ന വേറൊരു ന്യായം കേട്ടോളൂ നിങ്ങൾ. ഇനിയോ ദർവാൻ എന്ന് പറയുന്ന സ്ഥലത്തെ കിണർ അങ്ങനെ ഒന്നില്ല ചരിത്രത്തിൽ. അത് തകർത്തുവെങ്കിൽ, ഇത്രയും വലിയൊരു സംഭവത്തിന്റെ പിന്നിൽ ഒരു കിണർ തകർത്തുവെങ്കിൽ, അത് കുഴിച്ചു മൂടിയെങ്കിൽ ചരിത്രത്തിൽ അത് അറിയപ്പെടേണ്ടിയിരുന്നു. എന്നാൽ ചരിത്രത്തിൽ അങ്ങനെ ഒരു കിണറില്ല, അങ്ങനെ ഒരു കിണറില്ല ചരിത്രത്തിൽ. പഠിച്ചു നോക്കണം എന്ന് നമുക്കും പറയാനുള്ളത്.
ചരിത്രത്തിൽ അങ്ങനെ ഒരു കിണറില്ല എന്നതിന്റെ കൂടെ ഒരു വാചകം കൂടി കൂട്ടിച്ചേർത്തുക. ചരിത്രത്തിൽ അങ്ങനെ ഒരു കിണർ ഇല്ല എന്നത് ഇവരുടെ വാദാണ്. ആ ചരിത്രം ഇവർക്ക് അറിയില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കി, ഈ ഹദീസ് ഉദ്ധരിച്ച പണ്ഡിതന്മാർ ബിർ ദർവാൻ എന്ന കിണറ്റിലാണ് ജൂതൻ സിഹർ ചെയ്തു വെച്ചത് എന്ന ഹദീസ് ഉദ്ധരിച്ചത് ഇമാം ബുഖാരി, ആ ഹദീസ് ഉദ്ധരിച്ചത് ഇമാം മുസ്ലിം, ആ ഹദീസ് രേഖപ്പെടുത്തിയ പിൽക്കാല പണ്ഡിതന്മാർ. അവരാരും ആലോചിച്ചില്ലേ ഇങ്ങനെ ഒരു കിണർ ഉണ്ടോ ഇല്ലേ എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്യണ്ടേ? ഞാനതാ പറഞ്ഞത്, അവരെക്കാളൊക്കെ ബുദ്ധി ഇവർക്ക് ഉണ്ടാണെങ്കിൽ നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ ഇവിടെ എത്തിയാ പോരല്ലോ ഇവര്. ഇപ്പൊ അലി ആരാന്ന് നമുക്കറിയാം. അതേപോലെ അക്കൂട്ടത്തിൽ ഈ ഹദീസിനെ നിഷേധിക്കുന്ന മടവൂരായാലും അതല്ലെങ്കിൽ CP ഉമർ സുല്ലമി ആയാലും അവരുടെയൊക്കെ ബൗദ്ധിക നിലവാരം, ബുദ്ധിപരമായി അവരെത്ര ഉന്നതിയിലുണ്ട് എന്ന് കേരളത്തിലുള്ള ആളുകൾക്ക് അറിയാലോ. അവരെക്കാളൊക്കെ ബുദ്ധിയുള്ള ആളുകൾ വേറെ ഉള്ളത് കൊണ്ടാണല്ലോ അവരിങ്ങനെയായി പോയത്. അപ്പൊ ആലോചിച്ചു നോക്കൂ, ഇങ്ങനെ ഒരു ചിന്ത പൂർവികരുടെ മനസ്സിലൊന്നും കടന്നു പോയില്ലേ? ഇമാം ബുഖാരി ഉദ്ധരിച്ചു, ഇമാം മുസ്ലിം ഉദ്ധരിച്ചു, അതേപോലെ തന്നെ തബഖാത്തുൽ കുബ്രയിൽ, സഹീഹ് ഇബ്നു ഹിബ്ബാനിൽ, ഇമാം അഹ്മദിന്റെ മുസ്നദിൽ, അതേപോലെ തന്നെ ഇമാം ഹുമൈദിയുടെ മുസ്നദിൽ, ഇമാം ഷാഫിയുടെ മുസ്നദിൽ ഒക്കെ ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടു. ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നതാണത്. അവരാരും എന്ത് ചെയ്തില്ല, ഇങ്ങനെ ഒരു കിണർ ഞങ്ങളാരും നോക്കിയിട്ട് കണ്ടില്ല എന്ന് പറഞ്ഞില്ല. എന്താ കാരണം? അവർക്കറിയാം അങ്ങനെ ഒരു കിണറുണ്ട്. എവിടുന്ന് മനസ്സിലായി അങ്ങനെ ഒരു കിണർ? അൽ മഫ്സൽ ഫീ താരീഖിൽ അറബി ഖബല അൽ ഇസ്ലാം, ഇസ്ലാമിന് മുമ്പുള്ള അറബികളുടെ ചരിത്രം വിശദീകരിക്കുന്ന ഗ്രന്ഥം പറയുന്നു. അവിടെ വഖദ് ഇഹ്തഫറ അൽ യഹൂദു ആബാറ, ജൂതന്മാർ ഒരുപാട് കിണറുകൾ കുഴിച്ചു. കാനു യബിഊനൽ മാ മിൻഹാ ബിദ്ദലാ, അവർ ആ കിണറുകളിലെ വെള്ളം വിൽപ്പന നടത്താറുണ്ടായിരുന്നു. പോലെ അതൊരു യഹൂദിയുടേതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വാങ്ങാൻ പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അത് വാങ്ങി. വമിൻ ആബാരിൽ മദീന ബിർ ദർവാൻ, ആ മദീനയിലെ കിണറുകളിൽപ്പെട്ട ഒരു കിണറാണേത്? ബിർ ദർവാൻ. വഹിയൽ ബിറുല്ലതി യുകിറ ഇന്ന ലബീദ ബിൻ അൽ അസ്ം അൽ യഹൂദി സഹറ ബിഹ റസൂൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലബീദ് ബിൻ അൽ അസ്ം സിഹർ ചെയ്തത് ആ കിണറ്റിലാണ് എന്നാണ്. ഇനി ഇമാം സുയൂത്തിയുടെ ലുബ്ബുൽ ലുബാബ് ഫീ തഹരീർ അൽ അൻസാബ് അതിൽ വിശദീകരിക്കുക അൽ ജൗആനിയ. ഏതാ ഈ ജൗആനിയ എന്ന് പറയുന്ന സ്ഥലം? അദ്ദേഹം പറയുന്നു, ഇസ്മുൽ ലിൽ ബുഖയത്തിൽ ലതി ബിഹാ ബിർ ദർവാൻ അല്ലതി സുഹറ ബിഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയ ഫിൽ മദീനത്തിൽ മുനവ്വറ ഫീ ബിമനാസിൽ ബനു സുറൈഖ്. ബനു സുറൈഖ് ഗോത്രം താമസിച്ച മദീനയിലെ പ്രദേശം, ആ പ്രദേശത്താണ് എന്തുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ചെയ്യപ്പെട്ട ബിർ ദർവാൻ ഉള്ളത്. ആരാ? സുയൂത്തി വിശദീകരിക്കുന്നു. ഇങ്ങനെ ചരിത്രം പറഞ്ഞ ഒരുപാട് കിതാബുകളിൽ ബീർ ദർവാനുണ്ട് എന്ന് പറയുന്നത് കാണാം. അപ്പൊ ആർക്കാ കുഴപ്പം? ബീർ ദർവാനാണോ കുഴപ്പം? പഠിക്കാത്ത ഇവർക്കാണോ കുഴപ്പം? ഇവര് പഠിച്ചില്ല എന്നുള്ളതാ കുഴപ്പം. ഇവര് പഠിക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതാ കുഴപ്പം. പഠിച്ചാൽ എന്താകും? മുജാഹിദുകൾ പറയുന്നത് ശരിയാന്ന് സമ്മതിക്കേണ്ടി വരും. അത് സമ്മതിക്കാൻ ഖിയാമത്ത് നാൾ വരെ ഇവരെ മനസ്സ് സമ്മതിക്കൂല. അതുകൊണ്ട് ഇല്ല എന്ന ആളുകളോട് പറയാൻ. ഇനി കേട്ടോളൂ വേറെ ഒരു ന്യായം ഈ വിഷയത്തിൽ പറയുന്നത്. ഇനിയും ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട് അതിൽ. ബനു സുറൈഖ് എന്ന് പറയുന്ന ജൂതഗോത്രത്തിലെ ലബീദ് ഇബ്നു അസ്ം എന്ന് പറയുന്ന വ്യക്തി പ്രവാചകന് സിഹർ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ഹദീസിൽ. എന്നാൽ അറബികളുടെ ചരിത്രം വായിച്ചു നോക്കിയാൽ ആ കാലഘട്ടത്തിൽ ആ ഉസം എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിച്ചിരുന്നിട്ടില്ല. എന്നിട്ടല്ലേ ഉസമിന് ലബീദ് എന്ന് പറഞ്ഞ മകൻ ഉണ്ടാവുന്നത്? കേട്ടാൽ എന്താ വിചാരിക്കുക? കിതാബുകളൊക്കെ പരിശോധിച്ച് കൃത്യമായ പഠനം നടത്തി പറഞ്ഞതാന്നല്ലേ. നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മളൊന്ന് ആലോചിക്കുക. ഇത് ബുഖാരി ആലോചിച്ചില്ലേ? അസമ് തന്നെ വാപ്പ ഉണ്ടോ? ആ വാപ്പാക്ക് ലബീദ് തന്നെ മോനുണ്ടോ എന്ന് ഇമാം ബുഖാരി ആലോചിച്ചോ? ഇമാം മുസ്ലിം ആലോചിച്ചോ? എന്നിട്ട് അവരില്ലാന്ന് കണ്ടെത്തിയിട്ടാണോ ഇത് എഴുതിയത്? അങ്ങനെ ഒരു അയസമയെ ജീവിച്ചിരിപ്പില്ല. ഇതിപ്പോ ഈ ഹിജ്റ 1500 ആകാനിരിക്കുന്ന ഇക്കാലത്ത് ഇവര് മർക്കസ് ദഅവയിലിരുന്ന് ഗവേഷണം നടത്തേണ്ട ഒരു വിഷയമല്ലല്ലോ. ലോകത്ത് കഴിഞ്ഞു പോയ പണ്ഡിതന്മാരെന്ത് പറഞ്ഞു? അഖീദയുടെ കിതാബുകളിൽ, ചരിത്രത്തിന്റെ കിതാബുകളിൽ ലബീദ് ബിൻ അസ്മിന്റെ പേര് രേഖപ്പെടുത്തുന്നു. എന്താ?
ജഹ്മ ബിൻ സഫ്വാൻ ഉണ്ട്. ഇസ്ലാമിക ചരിത്രത്തിലെ വ്യതിയാനത്തിന്റെ വക്താവായിരുന്നു ജഹം. ആ ജഹം അയാളെ പറ്റി പറയാ, വൽ ജഹം ഖദ് അഹദഹു അനിൽ ജഅദ് ബിൻ ദിർഹം. ജഅദ് ബിൻ ദിർഹമിൽ നിന്നാണ് ജഹം തന്റെ വികലമായ വിശ്വാസം സ്വീകരിച്ചത്. ആ ജഅദിനെയാണ് ഇസ്ലാമിക ഭരണാധികാരി ബലിപെരുന്നാളിന്റെ അന്ന് കൊണ്ട് അറുത്ത് കളഞ്ഞത്, ബലിയറുത്ത് കളഞ്ഞത്. കാരണം ഈ ഫിത്ന ഉണ്ടാക്കിയപ്പോ ഞാനിതാ ജഅദിനെയാണ് ബലിയെറുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഭരണാധികാരി ജഅദിനെ അറുത്ത് കളഞ്ഞു, കൊന്നുകളഞ്ഞു. ആ ജഅദിൽ നിന്നാണ് ജഹ്മ വികലമായ വിശ്വാസം സ്വീകരിച്ചത്. ആ ജഹ്മാകട്ടെ അബ്ബാൻ ബിൻ സമആൻ എന്ന് പറയുന്ന ആളിൽ നിന്നാണ്. ആ അബ്ബാൻ ബിൻ സമആൻ ആരിൽ നിന്നാണ് ഈ വികലമായ വിശ്വാസം സ്വീകരിച്ചത്? അൻ ത്വാലൂത്ത് എന്ന് പറയുന്ന ആളിൽ നിന്നാണ്. ആരാണ് ഈ ത്വാലൂത്ത്? ഇബ്നു ഉഖ്തി ലബീദ് ബിൻ അൽ അഅസം. ലബീദ് ബിൻ അൽ അഅസമിന്റെ സഹോദരീ പുത്രനാണ്. അപ്പൊ ലബീദ് ബിൻ അഅസം ഉണ്ടോ? ലബീദ് ബിൻ അഅസം ഉണ്ട്. അഅസം എന്ന് പറഞ്ഞ വാപ്പ ഉണ്ടോ? അഅസം എന്ന് പറഞ്ഞ വാപ്പ ഉണ്ട്. ആ വാപ്പാക്ക് ലബീദ് എന്ന് പറഞ്ഞ മോനുണ്ടോ? ലബീദ് എന്ന് പറഞ്ഞ മോൻ മാത്രമല്ല, ഒരു മോളും ഉണ്ട്. എന്നിട്ട് ഈ മല്ലാക്കമാര് പറയാ അഅസം എന്ന് പറഞ്ഞ ഒരാളെ ജീവിച്ചിരുന്നിട്ടില്ല. ഏതായി അഅസം? ആ അഅസമിനെ പറ്റിയാണ് പണ്ഡിതന്മാർ പറയുന്നത്. അൻ ഖാലിഹി ലബീദ്. ഈ അഅസം ഇത് സ്വീകരിച്ചത് തന്റെ അമ്മാവനായ ലബീദിനെ പറ്റിയാണ്. വഹാദിഹി സിൽസില യഹൂദിയ ലഹാ സവാബിഖ് ഫീ മുഹാറബത്തിൽ ഇസ്ലാം. ഇസ്ലാമിനോട് യുദ്ധം പ്രഖ്യാപിച്ച യഹൂദി പരമ്പരയാണിത്. ആ യഹൂദി പരമ്പരയിൽപ്പെട്ട ലബീദ് ബിൻ അൽ അഅസം ഇവിടെ വിചാരണ ചെയ്യപ്പെടുമ്പോൾ യഹൂദികളിൽ നിന്ന് അച്ചാരം വാങ്ങി ഇസ്ലാമിനെ ഒറ്റുകൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒബാമയുടെ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തുകൊണ്ട്, അതേപോലെ തന്നെ അമേരിക്കയിൽ നിന്ന് ഇസ്ലാമിക വസ്ത്രധാരണ രീതി പോലും അറിയാത്ത പെണ്ണിനെ കൊണ്ടുവന്ന് കേരളത്തിലെ പർദ്ദ ധരിച്ച് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിനെ പറ്റി പഠിപ്പിക്കാമെന്ന് വിചാരിക്കുന്ന ജൂതന്മാരുടെ പിൻഗാമികൾക്ക് ലബീദിനെ നിഷേധിക്കണം, ലബീദ് ബിൻ അൽ അഅസമിനെ നിഷേധിക്കണം, അയാളുടെ അസ്തിത്വത്തെ നിഷേധിക്കണം. പക്ഷേ ഈ സമുദായത്തിൽ ജീവിച്ച ജൂതന്മാരുടെ പാരമ്പര്യത്തെക്കുറിച്ച്, ജൂതന്മാരുടെ പ്രവർത്തനത്തെക്കുറിച്ച് മുസ്ലിം സമുദായത്തെ ബോധവൽക്കരിച്ച മുൻകാല പണ്ഡിതന്മാരുടെ കിതാബുകൾ ഭൂമി മലയാളത്തിൽ അവശേഷിക്കുന്ന കാലത്തോളം ഹുസൈൻ മടവൂരല്ല, CP ഉമർ സുല്ലമിയല്ല, അബ്ദുസ്സലാം സുല്ലമിയല്ല, അവർ പറയുന്നത് കേട്ട് എന്തെങ്കിലും തെരുവുകളിൽ വിളിച്ചു പറയുന്ന ചില കുട്ടിപ്പട്ടാളങ്ങളല്ല. ആര് പറഞ്ഞാലും ആ ചരിത്ര സത്യം ഇവിടെ അവശേഷിക്കുക തന്നെ ചെയ്യും എന്ന് മാത്രമാണ് ഓർമ്മിപ്പിക്കാനുള്ളത്.